ബി.ജെ.പി. പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കായുള്ള അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ SNDP ഹാളിൽ നടന്ന പരിപാടി ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരുകുമല ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ് എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന് ഇതിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 3500 വോട്ടുകളുടെ വർധനവ് വരുത്തുവാനും സാധിച്ചു. ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്നതിനായാണ് ബി.ജെ.പി. ജില്ലയിലുടനീളം നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായി ബി.ജെ.പി. പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദൻ സദസ്സ് വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ SNDP ഹാളിൽ നടന്ന അഭിനന്ദൻ സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബി.ജെ.പി. ജില്ലാ ഉപാധ്യക്ഷൻ K. കുമാർ അധ്യക്ഷനായിരുന്നു. പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ സ്വാഗതം ആശംസിച്ച അഭിനന്ദൻ സഭയുടെ ഉദ്ഘാടനം ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരുകുമല നിർവഹിച്ചു. നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്, സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ വനം മന്ത്രി പറഞ്ഞത് അങ്ങനൊരു സമിതിയെ ഞങ്ങൾ നിയോഗിച്ചിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിൽ തെളിവിരിക്കുകയാണ്. അങ്ങനൊരു സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉന്നതാധികാര സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ഉന്നതാധികാര സമിതിയുടെ മേൽവിലാസം പോലും ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ്. നമ്മൾ ചില സമരങ്ങൾ ഒക്കെ ഇവിടെ പൊട്ടിപ്പുറപ്പെടും എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആ ഉന്നതാധികാര സമിതിയോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ആ സമിതി വിപുലപ്പെടുത്തുമെന്നും ഒക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഈ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി വി. മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി. സന്തോഷ് കുമാർ, ബി.ജെ.പി. ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം വി. വിനോദ്, പെരിയാർ ഏരിയ പ്രസിഡന്റ് K.T. അരുൺ, മഞ്ചുമല ഏരിയ പ്രസിഡന്റ് ഗോപാലൻ, സെക്രട്ടറി N. രമേഷ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. CPIM-ൽ നിന്നും രാജിവെച്ച് പുതുതായി ബി.ജെ.പിയിൽ ചേർന്ന 3 പേരെ അംഗത്വം നൽകി ബി.ജെ.പിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ബി.ജെ.പി. പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള 200ഓളം പ്രതിനിധികൾ അഭിനന്ദൻ സഭയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.